സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടെ നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായിരിക്കുന്ന നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, അങ്ങയുടെ ചുറ്റും ദൂതന്മാർ നിന്നുകൊണ്ട് ആർത്തുപാടി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ആർത്തുപാടി സ്തുതിക്കുന്ന സ്തോത്രസ്വരത്തോടൊപ്പം കർത്താവെ, ഞങ്ങൾക്കും അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകൾക്ക്, ഉപകാരങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് കടന്നു വരുവാനും തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തതിനായി കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പ്രയാസങ്ങളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ക്ലേശങ്ങളുടെ മധ്യത്തിലും പകർച്ചവ്യാധികളുടെ മധ്യത്തിലൊക്കെയും അങ്ങ് ഞങ്ങളെല്ലാവരെയും കർത്താവ് കാത്തു പരിപാലിച്ച് ഓരോരുത്തരുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം പകർന്ന് അവരെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിച്ച് വഴി നടത്തിയ നല്ല കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പുതിയ ഒരാഴ്ചവട്ടത്തിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഭൂമുഖത്ത് ശേഷിപ്പിച്ച നല്ല കൃപയ്ക്കായി സർവശക്തനായ ദൈവമേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ കൃപ കൂടെ ഉണ്ടായിരുന്ന ഈ ഒരാഴ്ചവട്ട കാലം അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഇന്നത്തെ വിശുദ്ധ ദിവസം അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് തന്നെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി കർത്താവേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരുന്നു അങ്ങ് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകൾക്ക്, ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ ഒരുക്കിയ നല്ല കൃപയ്ക്കായ സ്തോത്രം. ആരാധന്റെ സാന്നിധ്യം കർത്താവ് ഏറ്റെടുക്കണമേ. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വിശ്വാസികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. മാനവും മഹത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 95-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 95-ാമത്തെ ഗീതം. ഈശ്വരി നീ എന്റെ ആശ്രയം
നൽകണമേ മസിഹായേ, ആശിഷം നൽകണമേ മസിഹായേ. ആഗ്രഹിക്കുന്നവർക്കായി തന്നെ ആഗ്രഹിക്കുന്നവർക്കായി തന്നെ സീക്രമേ നൽകിടുമേ നൽകിടുമേ സമയവിലോത്തിരട്ടിച്ചിടുമേ. ആശിഷം നൽകണമേ മസിഹായേ, ആശിഷം നൽകണമേ മസിഹായേ. തേജസ്സിനാൽ നിന്റെ ദാസരയാകിനി, തേജസ്സിനാൽ നിന്റെ ദാസരയാകിനി, ആശ്ചര്യമായി നിറയ്ക്കമായി നിറയ്ക്കാം നിന്നാമത്തെ വാഴ്ത്തി പുകഴ്ത്തിടുവാൻ. ആശിഷം നൽകണമേ മസിഹായേ, ആശിഷം നൽകണമേ മസിഹായേ, ആശിഷം നൽകണമേ മസിഹായേ, ആശിഷം നൽകണമേ മസിഹായേ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം 6-ാം പുറം 4 ഭാഗത്തുള്ള ലിത്താനി നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. ആരാധനക്രമം 6-ാം പുറം 4 ഭാഗത്തുള്ള ലിത്താനി. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. സമുദ്രം അവിടത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. തുടർന്നുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. അവിടെ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഘടനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും ഉറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കയില്ല എന്ന് കർത്താവ് നമ്മെ തിരുവചനത്തിലൂടെ ഓർപ്പിക്കുമ്പോൾ ഹൃദയനുറക്കത്തോടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് കർത്താവെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളിലെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് മനഃപൂർവ്വമായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പാപസ്വീകാര പ്രാർത്ഥനയായി 10-ാം പുറത്തിലെ അവസാനത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. ആരാധനക്രമം 10-ാം പുറം അവസാനത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുൻപാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുൻപാകെ അറപ്പും വെറുപ്പുമുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും രാത്രി ഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥ കാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോളം എതിർത്ത് നിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതിയോട് ശക്തമായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇവ നിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവെ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോടുകൂടെ എതിരേൽക്കുവാനും അവിടുത്തെ മഹത്വരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും
ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുത്തിലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടെ നമ്മുടെ പാപങ്ങൾക്കൊത്തോണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവരുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്ര പ്രാർത്ഥനയ്ക്കായി 17-ാം പുറത്തിലെ ലിത്താനി നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. 17-ാം പുറത്തിലെ ലിത്താനി വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിനു വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ രാത്രി വേനൽ മഴ വിത കൊയ്ത്ത് സസ്യാദികൾ എന്നിവകൾക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം സ്നേഹം സഹതാപം എന്നിവകൾക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിവിധങ്ങളായ ഉപജീവന മാർഗങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കല സംസ്കാരം എന്നിവകൾക്കായും സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവശരുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ സാമൂഹിക പ്രവർത്തകർ നിയമനിർമ്മാതാക്കൾ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായും ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ യുവതിവാക്കളായ മക്കൾ വിദ്യാർത്ഥികൾ എന്നിവർക്കായും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന എല്ലാ നല്ല സന്ദർഭങ്ങൾക്ക് വേണ്ടിയും തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അതരകൾ കൊണ്ട് അങ്ങേ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങേ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുൻപാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും പാഠപുസ്തകത്തിലെ 133-ാമത്തെ ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 133-ാമത്തെ ഗീതം നമുക്ക് പാടാം. Get
പാലിക്കരുതേ മയങ്ങിടരുതേ സുഖമംഗള കാരണമേ. ഈ സമയം 42-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 42 നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ വായിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകുന്നു. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവെ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓടങ്ങളും നിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയം ഇന്നത്തേക്കായിട്ടുള്ള തിരുവചന പാഠഭാഗങ്ങൾ ഈ സമയത്ത് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം വിശുദ്ധ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെ. വിശുദ്ധ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെ. അതിനുശേഷമോ ഞാൻ സകല ജലത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിനും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വെച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വെളിപ്പാടുള്ളവരും ഉണ്ടാകും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വെളിപ്പാടുള്ളവരും ഉണ്ടാകും. ഈ വാഴ്ചയുടെ സത്യമാദ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 26 തിരുവചനങ്ങളുടെ സ്ഥലം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥ അഭിമാനികൾ ആകരുത്. നാം അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥ അഭിമാനികൾ ആകരുത്. ഈ വാഴ്ച തിരുവനന്തപുരം അദ്ദേഹം എല്ലാവരെയും സംസ്ഥാനിക്കുമാറാകട്ടെ. ഇന്നത്തേക്കായിട്ടുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 15 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം
15 മുതൽ 21 വരെയുള്ളതായ തിരുവചന പാഠഭാഗം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിനും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ഈ തിരുവചന ചിന്തകൾ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിൽ ഉത്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായീകരിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ എന്ന പാട്ടുകാരൻ പാടി തന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ക്ലേശങ്ങളുടെയും മധ്യത്തിലൂടെ താൻ യാത്ര ചെയ്യുന്നതായ സന്ദർഭത്തിൽ സർവശക്തനായ ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട്, എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ അങ്ങ് കരുതുന്ന കർത്തനായി കൂടെ ഉണ്ടായിരുന്ന വഴി നടത്തുന്ന ദൈവമേ എന്ന് അങ്ങേ പാടി മഹത്വപ്പെടുത്തുന്നതായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് പാട്ടിലൂടെ ഓർക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോൾ, കർത്താവെ, ഞങ്ങളും ഈ നാളുകളിൽ കർത്താവെ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ പിടിപെട്ടിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് ഞങ്ങൾ സഭയായി, കുടുംബങ്ങളായി, പ്രിയപ്പെട്ടവരായി, ദേശവാസികളായി ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നുള്ളതും ഞങ്ങൾ ഈ സമയം ഓർത്തുകൊണ്ട്, എത്ര നല്ലവൻ, മതിയായവൻ, ഈ സാഹചര്യത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നല്ലവനായി, മതിയായവനായി, അങ്ങ് ഞങ്ങളെ കരുതുന്ന കർത്തനായി, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം ഞങ്ങൾക്ക് തിരുവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം സാധ്യമല്ലാതായിരിക്കുന്നതായ സാഹചര്യത്തിൽ പോലും ഞങ്ങൾക്ക് ഭവനങ്ങളിലായിരുന്നുകൊണ്ട് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സന്ദർഭത്തിനായി ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങയുടെ വലിയൊരു കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചിരിക്കുന്നത്. ഞങ്ങൾ കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ചിന്തിക്കുന്നതായ സന്ദർഭങ്ങളിൽ കഴിവോ സാമർഥ്യമോ മറ്റു സാഹചര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയുള്ളവരാക്കി തീർത്തിരിക്കുന്നതായ ആ വലിയ ഒരു കൃപയെ ഞങ്ങൾ ഓർത്തുകൊണ്ട്, ആ യോഗ്യതകൾക്ക് അനുസൃതമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് നോക്കുവാനും ഞങ്ങൾക്ക് പറയുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ണുനീരോടുകൂടെ അറിയിക്കുവാനും അങ്ങ് മാത്രമല്ല ഞങ്ങൾക്ക് മറ്റാരുമില്ല. മാനുഷികമായുള്ള ചിന്തകളിലൂടെ നിങ്ങൾ നോക്കുമ്പോൾ മനുഷ്യരോട് ഞങ്ങളുടെ ആവശ്യങ്ങളും കണ്ണുനീരും പറയുന്നതായ സന്ദർഭങ്ങളിൽ കർത്താവെ, അവർക്ക് ഞങ്ങൾക്ക് പരിഹാരം തക്കുവാൻ തക്കവണ്ണം
സാധ്യമല്ല. അവർക്ക് ഞങ്ങളെ ഭൗതികമായി ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്നുള്ളത് മാത്രമല്ലാതെ കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസദായകൻ. അങ്ങനെ മാത്രമാണ് ഞങ്ങൾക്ക് സങ്കേതമായിരിക്കുന്നത്. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സൗഖ്യദായകനായിരിക്കുന്നത്. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് പിതാവും മാതാവും എല്ലാറ്റിനും എല്ലാമായി അങ്ങ് മാത്രമാണ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു വഴി നടത്തുന്നത്. ആ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഞങ്ങൾ കടന്നുവന്ന് പറയുന്നതായ സന്ദർഭങ്ങളിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്, അങ്ങ് ഞങ്ങളെ സമാധാനിപ്പിക്കുന്നവനാണ്, അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. ആ സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ തുടർന്നും അപ്രകാരം അനുഗ്രഹിച്ച് ആശീർവദിച്ച് ആശ്വസിപ്പിച്ച് സൗഖ്യം നൽകി വിവിധങ്ങളായ ആവശ്യങ്ങൾ കർത്താവ് നിർവഹിക്കപ്പെട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തുടർന്നുള്ളതായ നാളുകളിലും ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിശുദ്ധ ദിവസം കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് ആരാധന അർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ വ്യക്തികളെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ശാരീരികമായിട്ടുള്ള ക്ഷീണങ്ങള്, ക്ലേശങ്ങളൊന്നും ആർക്കും ഈ നാളുകളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിച്ച് കാത്തുപരിപാലിച്ച് അങ്ങ് വഴി നടത്തണമേ. ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേശത്ത് പാർക്കുന്ന ഓരോ കുടുംബങ്ങളെയും സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അങ്ങ് അനുഗ്രഹിച്ച് കാത്തുപരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരും ഈ നാളുകളില് യാതൊരു തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും അനുഭവിപ്പാൻ തക്കവണ്ണം ഇടവരുത്താതെ, യാതൊരു തരത്തിലുള്ളതായ ക്ലേശങ്ങളും അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ, യാതൊരു തരത്തിലുള്ളതായ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടവരുത്താതെ സ്വർഗത്തിലെ ദൈവം ദേശത്തെ അനുഗ്രഹിച്ച് ദേശത്തുള്ള ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് ഈ നാളുകളിൽ കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ കർത്താവെ, ഭാഗികമായിട്ടാണെങ്കിലും ഉപജീവന മാർഗങ്ങളിലൊക്കെയും പോകുവാൻ തക്കവണ്ണുള്ളതായ തരത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കി നൽകിയിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ മക്കൾ ഏത് സാഹചര്യങ്ങളില് ഏത് തൊഴിൽ മേഖലകളിലായിരിക്കുന്നുവോ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. വിവിധങ്ങളായ തൊഴിൽ മേഖലകളിലൂടെ ഏർപ്പെട്ടുകൊണ്ടായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം എന്ന് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ശരീരസുഖത്തോടെ കർത്താവ് കാത്തു പരിപാലിക്കണമേ. അവർ ചെയ്യുന്നതായ ഉപജീവന മാർഗങ്ങൾ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടവരുത്തണമേ. കർത്താവിന്റെ കൃപ നിന്റെ മക്കൾ അനുഭവിച്ചുകൊണ്ടായിരിക്കാൻ ദൈവമേ പ്രവർത്തിക്കണമേ. ശരീരവും ആരോഗ്യവും ബലവും ഒക്കെയും അങ്ങ് നിന്റെ മക്കൾക്ക് നൽകി ഉപജീവന മാർഗങ്ങളിലൂടെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ മക്കൾ ഈ നാളുകളിലായിരിക്കാൻ സർവശക്തനായ ദൈവം അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാഭ്യാസ മേഖലകളിലൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദ്യാഭ്യാസ മേഖലകളിൽ ഈ നാളുകളിൽ പരീക്ഷകളൊക്കെയും അടുത്തു വരുന്നതായ സാഹചര്യങ്ങൾ ഞങ്ങൾ അറിയുന്നു. SSLC, +1, +2 കർത്താവെ, മറ്റ് ഡിഗ്രി തരത്തിലുള്ളതായ പരീക്ഷകൾ ഇതെല്ലാം ഈ നാളുകൾ നടത്തുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ഡേറ്റുകളെല്ലാം നൽകി വിദ്യാർത്ഥികൾ പഠന മേഖലകളിലൂടെ ആയിരിക്കുന്ന ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സ്വർഗത്തിലെ ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കണമേ. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാൽ കർത്താവെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സാഹചര്യത്തിലാണ് ദേശം ആയിരിക്കുന്നത്. അവയുടെ മധ്യത്തില് കർത്താവെ, പരീക്ഷകൾ എഴുതുവാൻ പോകുന്ന പ്രിയമക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല മാർക്കുകൾ വാങ്ങി വിജയം കരസ്ഥമാക്കി നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അങ്ങ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി യാതൊരു തരത്തിലുള്ള ക്ഷീണങ്ങളും നിന്റെ മക്കളെ ഈ നാളുകളിൽ വരയ്ക്കുവാൻ തക്കൊണ്ട് ഇടവരുത്താതെ അനുഗ്രഹിച്ച് സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നല്ല രീതിയിൽ പരീക്ഷകൾ എഴുതി അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് ജീവിതം അർപ്പിച്ച് തുടർന്ന് നിർവഹിക്കുവാൻ കർത്താവ് ഇടവരുത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ആവശ്യമായ നന്മകളാൽ നിറയ്ക്കണം. പ്രകൃതിയുടെ മറ്റ് പലതരത്തിലുള്ളതായ ദോഷങ്ങളൊന്നും പൈതങ്ങളെ ഭാരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരുത്താതെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള അമ്മമാരെയും പിതാക്കന്മാരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. ശാരീരികമായി കർത്താവ് ക്ഷീണങ്ങളോ പ്രയാസങ്ങളൊന്നും നിന്റെ മക്കളെയും വലയ്ക്കുവാൻ തക്കവണ്ണം ഇടവരുത്താതെ ശരീര സുഖത്തോടെ കർത്താവ് കാത്തു പരിപാലിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ച് തലമുറകളെ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവ് നാളുകളിൽ നിന്റെ മക്കളും ഭവനങ്ങളിലൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം അങ്ങ് ഇടവരുത്തുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ തൊഴിൽ മേഖലകളിലൂടെ ഏർപ്പെട്ടുകൊണ്ടായിരിക്കുന്നവർ നിങ്ങൾ പ്രിയ മക്കളെ ഞങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾ ഓർക്കുന്നു. സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അങ്ങ് നിന്റെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത് വഴിനടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ നന്മകൾ അങ്ങ് നൽകി അങ്ങ് വഴിനടത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായ ഉപജീവന മാർഗങ്ങളിലൂടെ ഈ നാളുകളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർക്കുന്നു. ബിസിനസ് കാര്യങ്ങളിലൂടെ മറ്റ് വിഭിന്നമായ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തൊഴിൽ മേഖലയിൽ ഏർപ്പെട്ടുകൊണ്ടായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം അങ്ങ് നിന്റെ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാണ് അവിടെയും അവർക്ക് ഉപജീവന മാർഗങ്ങൾക്ക് പോകുവാൻ തക്കവണ്ണം കഴിയാതെ തങ്ങളുടെ ഭവനങ്ങളിൽ അവരും പാർക്കുന്നതായ
സാഹചര്യങ്ങളിലാണ് അവരുമായിരിക്കുന്നത്. അപ്രകാരമായിരിക്കുന്ന പ്രിയമക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവ് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത് അങ്ങ് വഴിനടത്തിക്കാത്ത പരിപാടിയാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരികമായി പലതരത്തിലുള്ളതായ അസ്വസ്ഥതകളാല് ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. സർവശക്തനായ ദൈവം അങ്ങ് നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അവരോട് മനസ്സറിയണം. അവരുടെ ശാരീരികമായുള്ള എല്ലാ പ്രയാസങ്ങളൊക്കെ വിടുവിച്ച് സൗഖ്യം നൽകി അനുഗ്രഹിച്ച് അങ്ങ് നിന്റെ മക്കളെ കർത്താവ് കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളാല് കർത്താവെ ഭാരപ്പെട്ടുകൊണ്ടായിരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന നേഴ്സുമാരായി, ഡോക്ടർമാരായി, ആരോഗ്യ പ്രവർത്തകരായി എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ നാളിൽ നിയമപാലകരായി കർത്താവെ, പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗിക മേഖലകളിലൂടെ ഈ നാളുകളിൽ കർത്താവെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ സേവനങ്ങൾ, അവരുടെ ജോലികാര്യങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരിലൂടെ ഈ നാളിൽ നിർവഹിക്കപ്പെടുന്നതായ പ്രവർത്തനങ്ങളെല്ലാം സമൂഹത്തിന്, ജനങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധിപന്മാരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അങ്ങ് അനുഗ്രഹിക്കണം. ആവശ്യമായ നന്മകൾ അങ്ങ് നൽകി കർത്താവ് അവരെയും അനുഗ്രഹിച്ച് അങ്ങ് കാത്തു പരിപാലിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാളുകളിൽ ആവശ്യമായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ച് വഴി നടത്തണം. കർത്താവ്, ഞങ്ങൾക്ക് എത്രയും വേഗം ആലയങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുള്ളതായ ഒരു സാഹചര്യം, ഒരു സന്ദർഭം ഞങ്ങൾക്ക് കർത്താവ് ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അങ്ങ് പ്രകൃതിയിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകർച്ചവ്യാധിയുടെ പ്രയാസങ്ങളെല്ലാം എത്രയും വേഗം ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആലയത്തെ അനുഗ്രഹിക്കണം. ആലയത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. കമ്മിറ്റി അംഗങ്ങളായി മറ്റു പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാരാജ ഞങ്ങൾ ഓർക്കുന്നു. വിവിധങ്ങളായ ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ആതുര സേവന രംഗങ്ങളിലൂടെ, മിഷണറി പ്രവർത്തനങ്ങളിലൂടെ, മറ്റു വിവിധങ്ങളായ ശുശ്രൂഷ മേഖലകളിലൂടെ ആയിരിക്കുന്ന എല്ലാവരുടെ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും അങ്ങയുടെ കൃപകൾ അങ്ങ് പകർന്ന് അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ച് അങ്ങ് ഞങ്ങൾ വഴിനടത്തി കാത്തു പരിപാലിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മൗത്വവും സ്വീകരിക്കണമേ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താൻ സകല ദോഷങ്ങളും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. എല്ലാവർക്കും എഴുന്നേരുന്ന പാട്ടുപുസ്തകത്തിലെ 410 ഗീതം നമുക്ക് പാടാം. പാട്ടുപുസ്തകത്തിലെ 410 ഗീതം നമുക്ക് ഈ സമയം പാടാം. അങ്ങനെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്നേ വന്യനാമം. അന്യനാമേലെടുത്ത് എന്നേക്കുമായി മായ്ച്ചു തന്നേ വന്യനാമം. യേശുനാമം അതിശയനാമം ഏഴേനിക്കുന്നാമം. ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം സർവശക്തനായ ദൈവം നമുക്ക് വീണ്ടും പ്രദാനം ചെയ്തു. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഒരുക്കി.
ആ വലിയവനായ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ ഈ സമയം എല്ലാവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാ വാഗ്ദത്തം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം എന്നുള്ളത് അതിനോടനുബന്ധിച്ചുള്ളതായ തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായത്. ദൈവത്തിലെ തൃത്വ ആളത്വങ്ങളിൽ നിലനിൽക്കുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മെ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ ശുശ്രൂഷകളുമായി അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന സത്യത്തിന്റെ ആത്മാവ് എന്ന ദർശനം, ആത്മീയതയുടെ കാതലായി യോഹന്നാൻ യേശുവിനെ കുറിച്ച് അതിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു ചിന്ത തന്റെ രചനകളിലൂടെ അല്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ അതിന്റെ വെളിപാട് വരെ നമ്മൾ നോക്കുന്നതായ സന്ദർഭത്തിൽ, വേദപുസ്തകം ആരംഭം മുതൽ അവസാനം വരെയും നാം നോക്കുന്നതായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ, പേര്, ശുശ്രൂഷകൾ എന്തൊക്കെ നിർവഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് അനേകം ഉദാഹരണങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തിരുവചന ചിന്തകളിലൂടെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപങ്ങളായി പ്രാവ്, അഗ്നി, വെള്ളം, എണ്ണ, കാറ്റ്, വെളിച്ചം, ഈ 6 ചിന്തകളെ പരിശുദ്ധാത്മാവിന്റെ പ്രതിരൂപങ്ങളായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യേശു കർത്താവ് സ്നാനമേറ്റ് കരയിലേക്ക് കയറുന്നതായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ യേശുവിനെ സന്ദർശിച്ചു അല്ലെങ്കിൽ യേശുവിൽ വന്നിരുന്നു എന്ന് നമ്മെ അതിലൂടെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ മാളിക മുറിക്കകത്തിരുന്നതായ സന്ദർഭത്തിൽ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നതായ സന്ദർഭത്തിൽ കൊടിയ കാറ്റടിച്ചു, അഗ്നി പോലെ അവർക്ക് പരിശുദ്ധാത്മാവ് അവിടെ അവർക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. അഗ്നിയുടെ ആ ഒരു അനുഭവത്തിലൂടെ അവർക്ക് അവിടെ അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിച്ചു എന്നുള്ളതാണ്. വെള്ളത്തിന്മീതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് സൃഷ്ടിയുടെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ പ്രാവ്, അഗ്നി, വെള്ളം, എണ്ണ, കാറ്റ്, വെളിച്ചം, ഇങ്ങനെ ഈ ചിന്തകളെ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രതിരൂപങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ പേരുകളെ കുറിച്ച് വേദപുസ്തകത്തിൽ ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ നൽകിയിരിക്കുന്നതായ പേരുകൾ ഇപ്രകാരമാണ്: ദൈവത്തിന്റെ ആത്മാവ്, ജ്വലനത്തിന്റെ ആത്മാവ്, ജീവന്റെ ആത്മാവ്, വാഗ്ദാനത്തിന്റെ ആത്മാവ്, മഹത്വത്തിന്റെ ആത്മാവ്, ന്യായവിധിയുടെ ആത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ്. ഇങ്ങനെ വിവിധങ്ങളായ പേരുകളിലൂടെ പരിശുദ്ധാത്മാവിനെ നാമകരണം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നതും നമുക്ക് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അതിന്റെ മൂന്നാമത്തെ ഭാഗം നാം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, പരിശുദ്ധാത്മാവ് ഉപദേഷ്ടാവാണ്, സത്യത്തിന്റെ ആത്മാവാണ്, തിരുവെഴുത്തുകളെ ബോധ്യം വരുത്തുന്നതാണ്, പക്ഷപാതം ചെയ്യുന്നതാണ്, നീതിയും ന്യായവും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്, കൃപാവരങ്ങൾ നൽകുന്നുണ്ട്, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ സഹായകമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ ശുശ്രൂഷകളെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ചിന്തകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആശ്വാസപ്രദനാണ്, വേദനയോടെ, ഭാരങ്ങളോടെ, പ്രയാസങ്ങളോടെ, ചിന്താകുലങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനായി നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്, ഉപദേഷ്ടാവായി നമുക്ക് എന്താണോ സംസാരിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്നത് അത് നമ്മുടെ ചിന്തകളിലൂടെ അത് നൽകി നമുക്ക് ഉപദേഷ്ടാവായി ഉപദേശിച്ച് നൽകി പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ളതായ കാര്യങ്ങൾ അതിലൂടെ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സത്യത്തിന്റെ ആത്മാവാണ്. സത്യം എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. യേശു കർത്താവ് പറയുവാൻ തക്കവണ്ണം ഇടയായി,
ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിന്റെ ആത്മാവാണ് ദൈവം, സത്യമാണ്. തിരുവെഴുത്തുകളെ ബോധ്യമെത്തും. എമോസിലേക്ക് പോയ ശിഷ്യന്മാർ തട്ടിച്ചുകൊണ്ട് പോയതായ സന്ദർഭത്തിൽ ഒരു അപരിചിതനായി യേശു അവരോടുകൂടെ യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ അവർ തർക്കിച്ചുകൊണ്ട് പോകുന്നതായ വിഷയങ്ങൾക്ക് ആ അപരിചിതനായ യേശു കർത്താവ് അല്ലെങ്കിൽ അപരിചിതനായി യാത്ര ചെയ്ത യേശു കർത്താവ് അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തത് അവസാനം അവർ പറഞ്ഞിരിക്കുന്നത്, അവൻ പറഞ്ഞതായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ കത്തിക്കൊണ്ടേയിരുന്നു എന്നുള്ളത്. ഇനി എത്യോപ്യയിലേക്ക് പോകുന്നതായ ഷണ്ണൻ തേരിലിരുന്നു കൊണ്ട് വേദപുസ്തകം വായിച്ചുകൊണ്ട് പോയതായ സന്ദർഭത്തിൽ അവൻ പറയുകയാണ്, തിരുവെഴുത്തുകളെ വ്യാഖ്യാനിച്ചു നൽകുവാൻ എന്നോടുകൂടെ ആരുമില്ല, എനിക്കിപ്പോൾ ആരുമില്ല എന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവിടെ പ്രവാചകനിലൂടെ ഫിലിപ്പോസിലൂടെ അവിടെ അവന് ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ തിരുവെഴുത്തുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കും, പക്ഷപാതം ചെയ്യും. പിതാവിനോടും പുത്രനോടും പക്ഷപാതം ചെയ്യുന്ന ഒരു ആത്മാവാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നീതിയും ന്യായവും ബോധ്യപ്പെടുത്തി കൊടുക്കും. ജനങ്ങൾക്ക് നീതി എന്ത്, ന്യായമെന്ത് എന്നുള്ളതായ കാര്യങ്ങളെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും പറയുവാനും തക്കവണ്ണം പരിശുദ്ധാത്മാവ് ജനഹൃദയങ്ങളിലൂടെ ജനത്തിന്റെ ബുദ്ധിയിലൂടെ ഇരുന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. കൃപാവരങ്ങൾ നൽകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സഹായകമാക്കുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് എന്നുള്ളത് നമ്മെ തിരുവചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളായി രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ വിവിധങ്ങളായ ഉദാഹരണങ്ങൾ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവശാസ്ത്ര ചിന്തകന്മാര് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, പുത്രൻ അവയെ അയക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയാണ് വേദശാസ്ത്ര ചിന്തകന്മാര് തൃത്വത്തിലുള്ളതായ ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള ഈ വ്യക്തിത്വത്തെ അവിടെ വിശദീകരിച്ചിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, വിവിധങ്ങളായ പേരുകൾ നൽകി അവരവിടെ പറയുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പാരാക്ലിറ്റസ്, റൂഹ, കാറ്റ്, ഇങ്ങനെയുള്ളതായ പദങ്ങൾ നൽകി പരിശുദ്ധാത്മാവിനെ നാമകരണം ചെയ്യുന്നുണ്ട്. മധ്യസ്ഥൻ, സഹായകൻ, അഭിഭാഷകൻ എന്നുള്ളതായ വിവർത്തനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നതും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ത്രികോണത്തിന്റെ 3 കോണുകൾ കൊണ്ട് ഒറ്റ ത്രികോണം നിർമ്മിക്കുന്നത് പോലെ. ശ്രദ്ധിക്കുക, ത്രികോണത്തിന്റെ 3 കോണുകൾ ചേർത്ത് ഒറ്റ ത്രികോണം നിർമ്മിക്കുന്നത് പോലെ 3 വ്യക്തിത്വങ്ങൾ ഒരു ബന്ധത്തെ, ഒരു ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. 3 വ്യക്തിത്വങ്ങൾ ഒരു ബന്ധത്തെ, ഒരു ദൈവത്തെ സൂചിപ്പിക്കുന്നു. അതിനുദാഹരണമായിട്ട് അക്കിത്തത്തിന്റെ ശ്രീമദ് ഭാഗവതം എന്നുള്ളതായ ആ ഗ്രന്ഥത്തിൽ നിന്ന് അതിനോട് താരതമ്യം ചേർത്തിരിക്കുന്നതായ ഒരു പദ്യശകലം ഇപ്രകാരം പറയുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കും: ഒരേ തീ പല രൂപത്തിൽ പല വിറകിലെന്നപോൽ വിശ്വനാത്മാവാം ഭൂമാൻ വാഴ്വു പലതായി ഭൂതരാശിയിൽ. ഒരേ തീ പല രൂപത്തിൽ, ഒരേ തീ പല രൂപത്തിൽ, വലിയ തീയായി, ആളിക്കത്തുന്നതായി, ചെറിയ തീയായി, കനലായി, പല വിറകിലെന്ന പോൽ പലതരത്തിലുള്ളതായ വിറകിൽ നിന്ന് തീ പല രൂപത്തിൽ കത്തുന്നത് പോലെ, ജ്വലിക്കുന്നത് പോലെ വിശ്വാത്മാവാം ഭൂമാൻ വാഴ്വു പലതായി ഭൂരാശിയിൽ. ഈ ഭൂമിയിൽ പലതായി വിശ്വാത്മാവ്, വിശ്വത്തിന്റെ ആത്മാവ് ദൈവം അവൻ പലരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ ഈ ഒരു ചിന്ത, ഈ ത്രികോണത്തിന്റെ 3 കോണുകൾ കൊണ്ട് ഒറ്റ ത്രികോണം നിർമ്മിക്കുന്നത് പോലെ ഈ 3 വ്യക്തിത്വങ്ങൾ ഒരു ബന്ധത്തെ, ഒരു ദൈവത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിന് സമാനമായി ഇതിനെയും കൂടെ ചേർത്ത് ദൈവശാസ്ത്ര ചിന്തകന്മാർ പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വായിക്കുമ്പോൾ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു അനുഭവത്തിലുള്ളതായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വായന ഭാഗത്തിലൂടെ ഓർപ്പിക്കുന്നതായ ചില ചിന്തകൾ കൂടെ വേഗത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. പഴയ നിയമഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് വായിച്ചു കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ യോവേൽ പ്രവാചകൻ പറയുന്നതായ ശ്രദ്ധേയമായ ചിന്തകൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നതായ ജനത്തെ പ്രവാചകൻ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം വാഗ്ദാനം ചെയ്ത് ജനത്തെ അനുഗ്രഹിക്കുന്ന, ജനത്തെ സജ്ജമാക്കുന്ന, ഒരുക്കുന്ന ഒരു ശുശ്രൂഷ യോവേൽ പ്രവാചകനിലൂടെ അവിടെ നിർവഹിക്കുന്നത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. പാപികളായി മ്ലേച്ഛതകൾ പ്രവർത്തിച്ചുകൊണ്ട് അടിമത്തത്തിലൊക്കെയും ആയിരുന്ന, കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടായിരുന്ന ജനം
അവർ തങ്ങളെ തന്നെ അവർ സ്വയം ശോധന ചെയ്ത് അവർ ഉപവാസം പ്രഖ്യാപിച്ച് അവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായതായ ആ ജനത്തെ പ്രതീക്ഷയോടുകൂടെ ഒരുക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടെ ഇരുത്തുന്ന ആ ഒരു സാഹചര്യം പ്രവാചകൻ അവിടെ പറയുകയാണ്. സകല മനുഷ്യരിൽ മേലും ദൈവം തന്റെ ആത്മാവിനെ പകരും. ജനത്തിന് പ്രതീക്ഷ നൽകുന്ന ആ ഒരു ചിന്ത, പരിശുദ്ധാത്മാവിന്റെ പ്രതീക്ഷ നിറഞ്ഞതായ ചിന്ത, പ്രതീക്ഷ ഇല്ലാതിരുന്നതായ ജനത്തിന് പ്രതീക്ഷ നൽകുന്ന ആ ഒരു ചിന്ത അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ദൈവത്തിന്റെ സാധ്യതകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നും സംസാരിക്കുവാൻ തക്കവണ്ണം കഴിയാതായിരിക്കുന്നതായ സന്ദർഭത്തിലും ദൈവനാമത്തെ ശക്തമായി പറയുവാൻ, ദൈവനാമം ശബ്ദിക്കുവാൻ, ദൈവനാമം പറയുവാൻ, ദൈവത്തെ പറയുവാൻ അനേകരെ ദൈവം ആ സമയത്ത് ഒരുക്കുമെന്നുള്ളതായ ആ ഒരു സാധ്യത. വൃതന്മാർ സ്വപ്നങ്ങൾ കാണും, യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, ആകാശത്തും ഭൂമിയിലും അത്ഭുതങ്ങൾ കാണിക്കും. യഹോവയുടെ വലുതും ഭയങ്കരമായ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറും. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നതായ ജനത്തെ ദൈവത്തിന്റെ സാധ്യതകളെ കുറിച്ച് പ്രവാചകൻ അവിടെ പറഞ്ഞ് ജനത്തെ ഒരുക്കുന്ന, സജ്ജമാക്കുന്ന ആ ആത്മീയമായ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർക്ക് പകർന്നു നൽകുന്ന ഒരനുഭവം പഴയ നിയമ ചിന്തയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിൽ പലരിലൂടെ അത് പ്രവർത്തിക്കും. അപ്രകാരം അത് പ്രവർത്തിക്കുന്നതായ സന്ദർഭത്തിൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്ന് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നതായ ജനം തങ്ങളെ തന്നെ അവർ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയോടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവർക്കവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ അവർക്കവിടെ രക്ഷ ഉണ്ടാകുവാൻ, രക്ഷപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുന്നതായ ഒരു സാഹചര്യത്തെ, ഒരു ദൈവത്തിന്റെ സാധ്യതയെ, ദൈവത്തിന്റെ പദ്ധതിയെ അവിടെ പ്രവാചകൻ അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സുവിശേഷ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിന് ഞാൻ നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ലേഖകൻ യോഹന്നാൻ അവിടെ എഴുതുന്നതായ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ അത് നിങ്ങളോടുകൂടെ ഇരിക്കും എന്നുള്ളതാണ്. ലേഖന ഭാഗം വായിച്ചതായ സന്ദർഭത്തിലും അവിടെ പറഞ്ഞിരിക്കുന്നത് നാം ആത്മാവിനാൽ ജീവിച്ച് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതായ സന്ദർഭത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സാധിക്കുമെന്നുള്ളതായ ഒരു ചിന്തയെ ലേഖനത്തിലൂടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നതായ 3 ചിന്തകൾ നമുക്ക് വായന ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ഒന്ന്, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്പെടും. 2, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ആക്കും. 3, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. സഭ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടുന്നവരാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലൂടെ നാം നമ്മിലേക്ക്, സഭയിലേക്ക് മടങ്ങി വരുന്നതായ സന്ദർഭത്തിൽ നമ്മെ ഓർപ്പിക്കുന്നതായ ചിന്ത ഇപ്രകാരമാണ്: സഭ അല്ലെങ്കിൽ നാം ഓരോരുത്തരും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടുന്നവരാണ്. ആത്മാവിന്റെ ഫലങ്ങൾ നാം ഓരോരുത്തരും പുറപ്പെടുവിക്കേണ്ടുന്നവരാണ്. കാരണം നമ്മോടുകൂടെ ഉണ്ട് സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ. അവൻ നമ്മോടുകൂടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആത്മാവിന്റെ ഫലങ്ങൾ നാം പുറപ്പെടുവിക്കേണ്ടുന്നവരും യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കേണ്ടുന്നവരുമാണ് എന്നുള്ളത് നമ്മെ അവിടെ സഭ എന്നുള്ളതായ ചിന്തയിലൂടെ നമ്മെ അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ഈ കാര്യസ്ഥനെയാണ് യേശു കർത്താവ് പുനരുത്ഥാനം ചെയ്തതിനു ശേഷം ലോകത്തിന് അല്ലെങ്കിൽ സഭയ്ക്ക് നൽകിയതായിട്ട് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇന്നും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസപ്രദനായി, ഉപദേഷ്ടാവായി, സത്യത്തിന്റെ ആത്മാവായി തിരുവഴുത്തുകളിൽ ബോധ്യം വരുത്തി തന്ന് നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്ത് നീതി, ന്യായം എന്നിവയെക്കുറിച്ച് ബോധ്യം വരുത്തി തന്റെ മക്കൾക്ക് കൃപാവരങ്ങൾ നൽകി ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുവാൻ നമ്മെ ഒരുക്കുന്നു എന്നുള്ളത് നമ്മെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ വളരെ വ്യക്തമായി, ശക്തമായി ഓർപ്പിക്കുന്ന ആ ഒരു ചിന്തയാണ്. അപ്രകാരം ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്കും ജീവിക്കാം. നമ്മുടെ ജീവിതവും പരിശുദ്ധാത്മാവിനാൽ നിർവഹിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമായി നമ്മളിലൂടെ നിർവഹിക്കപ്പെടുവാൻ ദൈവം നമ്മെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.
ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനും കാരുണ്യവാനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അങ്ങ് ഞങ്ങളോടുകൂടെ ഇരിക്കുന്നതിന് വേണ്ടി അങ്ങ് അയച്ചിരിക്കുന്നതായ ഒരു സാന്നിധ്യത്തെ, പരിശുദ്ധാത്മാ വാഗ്ദത്തത്തെ ഞങ്ങൾ തിരുവചനത്തിന്റെ വിവിധ ചിന്തകളിലൂടെ ഞങ്ങൾ ഓർക്കുവാൻ തക്കവണ്ണം ഇടവരുത്തിയ നല്ല സന്ദർഭത്തിനായി കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ആശ്വാസപ്രദനാണ്, ഉപദേഷ്ടാവാണ്, സത്യത്തിന്റെ ആത്മാവാണ്, തിരുവെഴുത്തുകളെ ബോധ്യം വരുത്തി നൽകുന്നതാണ്, നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുന്നതാണ്, നീതിയും ന്യായവും ബോധ്യം നൽകി തരുന്നതാണ്, കൃപാവരങ്ങൾ നൽകുന്നതാണ്, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമ്മെ ഒരുക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം എന്നുള്ളത് അങ്ങ് ഞങ്ങളെ തിരുവചനത്തിലൂടെ ഓർപ്പിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സഭയാകുന്ന ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം എന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും എന്ന് യോവേൽ പ്രവാചകൻ പറയുന്നത് പോലെ അങ്ങയുടെ ആത്മാവിന്റെ, അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ രക്ഷ അനുഭവം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളായിരിക്കാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഞങ്ങൾ കേട്ടതായ തിരുവചന ചിന്തകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശേഷിച്ച സമയങ്ങളിലും അങ്ങയുടെ തിരു സാന്നിധ്യം പകരണം, മാനവ മഹത്വം സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും പാഠപുസ്തകത്തിലെ 458 ഗീതം നമുക്ക് പാടാം. പാഠപുസ്തകത്തിലെ 458 ഗീതം നമുക്ക് പാടാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടുന്നതിന് ഞാൻ നിങ്ങളിൽ അയക്കുമെന്ന് ഞങ്ങളുടെ തിരുവചനത്തിലൂടെ പഠിപ്പിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഇന്നും ലോകം വഴിനടത്തപ്പെടുന്നതും ജനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതും ജനങ്ങൾ ജീവിക്കുന്നതുമെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലൂടെയാണ് എന്നുള്ളത് അങ്ങ് ഞങ്ങളുടെ തിരുവചനത്തിലൂടെ വ്യക്തമായി ഓർപ്പിച്ചു തന്നിരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിലൂടെ സഭയോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ തിരുവചനത്തിലൂടെ ധ്യാനിപ്പാൻ തക്കവണ്ണം ഇടവരുത്തിയ വലിയ കൃപകൾക്കായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവനാണെന്ന് അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ചിരിക്കുന്നത് പോലെ അങ്ങ് വാക്ക് ചെയ്തിട്ടുള്ളതായ എല്ലാ വാഗ്ദത്തങ്ങളും കർത്താവെ പ്രകാരം നിർവഹിക്കപ്പെട്ടിട്ടുള്ളതിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്രകാരം ഈ പരിശുദ്ധാത്മാവെന്ന് വാഗ്ദത്തം ഞങ്ങൾക്ക് നൽകി അങ്ങ് ഞങ്ങളെ ഇന്നും അനുഗ്രഹിച്ച് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ആശ്വാസപ്രദനായി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ആശ്വാസപ്രദനായ സർവശക്തനായ ദൈവത്തോട് ചേർന്ന്
ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുവാൻ, ആ ആശ്വാസ പ്രദനയിലൂടെ ഞങ്ങളിൽ ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ഞങ്ങളുമായിരിക്കാൻ കർത്താവെ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ, അങ്ങ് ഞങ്ങളെ സജ്ജമാക്കണമേ, ശക്തീകരിക്കണമേ എന്നുള്ളത് ഞങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരിക്കാൻ ഈ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് കർത്താവെ ഞങ്ങൾ ജീവിക്കുവാൻ, ത്രിയേക ദൈവത്തോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുവാൻ, അങ്ങനെ സാക്ഷികളായി ഞങ്ങൾ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂടിവരവുകൾ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി ചെയ്യുവാൻ കർത്താവെ പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകളില് ഏത് സ്ഥലങ്ങളിൽ ഏത് സാഹചര്യങ്ങളിലായിരുന്നു കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിൽ നിന്റെ മക്കൾ പങ്കെടുത്തുവോ ആ സാഹചര്യങ്ങളിലൊക്കെ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടുണ്ടായിരിക്കാൻ തക്കവണ്ണം ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണം, ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം, ദേശത്തെ കർത്താവിനെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ആഴ്ച ജന്മനാൾ ആഘോഷിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുടുംബങ്ങൾ, പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരുന്ന പ്രിയ കുടുംബങ്ങൾ, പ്രിയ വ്യക്തികൾ, ഞാൻ പ്രിയപ്പെട്ടവരെ ഈ സമയം ഓർക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണം. പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന മക്കളെ കർത്താവിനെ അനുഗ്രഹിക്കണമേ. അവരുടെ പുതിയ വയസ്സ് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായ പ്രിയ കുടുംബങ്ങളെ ഞാൻ ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണം. കുടുംബമായിട്ട് കർത്താവ് അവരെ കാത്തു പരിപാലിച്ച് വഴി നടത്തണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വർഷവും പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുന്നു. കർത്താവ് അവരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയുസിന്റെ ഉടയവനായ സർവശക്തനായ ദൈവം അങ്ങനെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കണമേ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ ഇവനെ പിന്തുടരും. ഞാനൊക്കെ ഇവിടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ അപ്രകാരം ദീർഘായുസോടെ എന്റെ മക്കൾ വസിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടുണ്ടായിരിക്കാൻ ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനവും മഹത്വവും സ്വീകരിക്കണം. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവ് പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെല്ലാം പ്രിയപ്പെട്ടവരോടും സഭയോടും കുടുംബങ്ങളോടും ദേശത്തോടും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.